ദേണ്ടേ തിരക്ക് കണ്ടില്ലേ? 100 രൂപ ബിരിയാണി പറക്കണ കണ്ട. ചിക്കന് 160 170 ഇപ്പൊ 160 155 രൂപ ഒക്കെ വിലയാ. ആ വിലയിൽ നമ്മൾ 100 രൂപയ്ക്ക് കൊടുക്കുന്നത്. മേടിക്കുന്നവർ തന്നെ നമ്മൾ സ്ഥിരം വന്ന് മേടിച്ചോണ്ട് പോകുന്നത്. പ്രത്യേകിച്ച് പരസ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മളെ തേടി വരും അല്ലേ? വീട്ടിലെ പാത്രമെല്ലാം എടുത്തോണ്ടെങ്കിൽ വരുവാന്ന് തോന്നുന്നല്ലോ. ചെമ്പ് പൊട്ടിയാൽ ആളുകള് ക്ഷമയോടെ വട്ടമിട്ട് നിന്ന് ബിരിയാണി കാലിയാക്കും. പത്തായത്തില് നല്ല നെല്ലുണ്ടെങ്കിൽ എലിയങ്ങ് മൂന്നാറിൽ നിന്നും വരും. നമസ്കാരം. എന്റെ ബാക്കിലത്തെ ആ തിരക്ക് കണ്ടില്ലേ? നല്ല കിടിലം ബിരിയാണിയാണ്. 100 രൂപയ്ക്ക് കുത്തിക്കോരി ബിരിയാണി വിളമ്പുന്ന ഒരു മനുഷ്യനെ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ പന്തളം റൂട്ടാണ്. ഇത് വെട്ടിയാർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഇവിടെ ഒരു ചെറിയ ഓമിനി വണ്ടിക്കകത്ത് ബിരിയാണി ചെമ്പുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ബിരിയാണി വാങ്ങിക്കാനായിട്ട് പറന്നിങ്ങി വരും. ബാക്കിലോട്ട് നോക്കി നല്ല തിരക്കുണ്ട്. നമുക്ക് പരിചയപ്പെടാം. ഈ തിരക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇവിടുത്തെ ഭക്ഷണം എങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ ഇന്നത്തെ ചെമ്പ് പൊട്ടിക്കാൻ വേണ്ടി പോകണല്ലേ? അതെ. പൊട്ടിച്ച് എത്ര രൂപയ്ക്ക് ബിരിയാണി കൊടുക്കുന്നത്? 100 രൂപ. 100 രൂപയ്ക്ക് കുത്തിക്കോരിയാണോ കൊടുക്കുന്നത്? അതെ, 2 പേർക്ക് കഴിക്കുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്നത്. മന്തി ആയാലും ബിരിയാണി ആണെങ്കിലും 2 പേർക്ക് കഴിക്കുന്ന രീതിയിലാണ് കൊടുക്കുന്നത് അല്ലേ? അപ്പൊ ഞാൻ പറയുന്ന പോലെ കോരി കുത്തിയാൻ കൊടുക്കുക. എത്ര പീസ് ഉണ്ട്? 2 പീസ്. 2 വലിയ പീസ് അല്ലേ? 2 വലിയ പീസ്. 2 വലിയ പീസും ചോറും. 100 രൂപയ്ക്ക് കഴിക്കുന്ന ആൾക്ക് മുതലാണല്ലേ? അതെ, നമ്മൾ അതുപോലെ കൊടുക്കുന്നത്. അതുപോലെ കൊടുക്കുന്നേ. അപ്പൊ നാട്ടിലുള്ളവരൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് ഇക്കയുടെ ബിരിയാണിയും മന്തിയും. മേടിക്കുന്നവർ തന്നെ നമ്മൾ സ്ഥിരം വന്ന് മേടിച്ചോണ്ട് പോകുന്നത്. പ്രത്യേകിച്ച് പരസ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മളെ തേടി വരും അല്ലേ? അത്രേ ഉള്ളൂ. ഒന്ന് കോരിക്കേ. 100 രൂപയുടെ ബിരിയാണിയാണ് കേട്ടോ ആ കോരി വെക്കുന്നേ. എങ്ങനെ നോക്കിയാലും 100 രൂപയുടെ ബിരിയാണി. ഇപ്പോഴത്തെ സാധനങ്ങളുടെ വില കയറത്തില്ലേ? ചിക്കന് 160 170 ഇപ്പൊ 160 155 രൂപ ഒക്കെ വിലയാ. ആ വിലയിൽ നമ്മൾ 100 രൂപയ്ക്ക് കൊടുക്കുന്നത്. 100 രൂപയ്ക്ക് തന്നെ കൊടുക്കുന്നത് അല്ലേ? അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി എത്ര മണിയാകുമ്പോൾ തുടങ്ങും പരിപാടിയൊക്കെ? ഞങ്ങൾ വെളുപ്പിന് 5 മണിയാകുമ്പോൾ തുടങ്ങും. 5 മണിയാകുമ്പോൾ തുടങ്ങും. ഇവിടെ വരുമ്പോ കറക്റ്റ് 11:30 11:45 12 മണി. 12 മണിയാണ് സ്റ്റാർട്ടിങ് തുടങ്ങും. സാധനം പെട്ടെന്ന് തന്നെ തീരും അല്ലേ? 1 മണി 1:30 മുമ്പായിട്ട് തീരും. 1 മണി 1:30 മുമ്പായിട്ട് തീരും. ആൾക്കാരൊക്കെ ബാക്കിലുണ്ട്. അവരൊക്കെ വാങ്ങിച്ച് സഹായിക്കുന്നുണ്ട്. ഈ സ്ഥലം കൃത്യമായിട്ടുള്ള സ്ഥലം എവിടെയാണ്? ഇത് വെട്ടിയാർ പാലത്തിന് എടപ്പോണും ഇടയ്ക്ക് ജില്ല വരുന്നത് കറക്റ്റ് ആലപ്പുഴ ഇല്ല. ആലപ്പുഴ ജില്ലയിൽ വെട്ടിയാർ പാലത്തിനും എടപ്പോണിനും ഇടയിലായിട്ട്. വീട്ടിലെ പാത്രമെല്ലാം എടുത്തോണ്ടെങ്കിൽ വരുവാന്ന് തോന്നുന്നല്ലോ. അപ്പൊ ഇവിടെ മന്തിയുണ്ട്, ബിരിയാണി ഉണ്ട്. നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ ബിരിയാണിയാണ്. വലിയ 2 പീസ് ചിക്കനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ടവർ കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചിട്ടൊരു അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ മന്തിയുണ്ട്, ബിരിയാണിയുണ്ട്. ഞാൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ബിരിയാണിയാണ്. കാരണം ഞാൻ ഇതിനു മുമ്പ് ഇവിടെ ഒരു മന്തി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ മന്തി ഞാൻ പറയുകയാണ്. മന്തി ആവശ്യമുണ്ടെങ്കിൽ മന്തി കഴിക്കാൻ നിങ്ങൾക്ക് ഇവിടെ മെയിനായിട്ട് ബിരിയാണി നന്നായിട്ട് ചിലവാകുന്നുണ്ട് കേട്ടോ. സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയാണ്, മാവേലിക്കര. ഇത് ശരിക്കും മാവേലിക്കര പന്തളം റൂട്ടാണ്. ഇത് വെട്ടിയാർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു വണ്ടി കാണാം. വണ്ടി നോക്കിയാൽ മതി. മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം.